എക്സിറ്റ് പോളുകൾ പറയുന്നത്. പക്ഷേ ഞങ്ങൾ ജാർഖണ്ഡ് പിടിക്കും. ജാർഖണ്ഡ് പിടിക്കും. ജാർഖണ്ഡിൽ ഞങ്ങൾ അവസാനവട്ട ശ്രമവും നടത്തിയിട്ടുണ്ട് JMM. എന്നാൽ കണ്ടം വഴി ഓടും. നോക്കാം, ബാബുലാൽ മറാണ്ടി ആയിരിക്കും ഇത്തവണ കണ്ടം വഴി ഓടാൻ പോകുന്നത്. മഹാരാഷ്ട്രയിൽ നമുക്ക് ബെറ്റില്ല. മഹാരാഷ്ട്രയിൽ ദേവേന്ദ്ര ഫഡ്നവിസിന് സാധ്യതയുണ്ടെന്ന് തന്നെയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ മഹായുദ്ധയ്ക്ക് വിട്ടത് തോൽവി സമ്മതിച്ച് മഹാരാഷ്ട്രയിൽ തൽക്കാലം നമ്മൾ വലിയ പിടിപിടിക്കുന്നില്ല. പക്ഷേ എന്നാലും ഒരു കനത്ത പോരാട്ടം അവിടെ ഉണ്ടാവും. അവിടെ പല കാരണങ്ങളാൽ മഹാരാഷ്ട്രയിൽ പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഹരിയാനയിലും ഒക്കെ പൊരിഞ്ഞ പോരാട്ടം. ഒരു പ്രശ്നം എന്താണെന്നറിയോ സുജയ, ഞാൻ മഹാരാഷ്ട്രയിൽ ബെറ്റിനില്ല. നമ്മുടെ ഓഫീസ് ഫ്രണ്ട് ഇതാണ് നമ്മളുടെ ഓഫീസിന്റെ മുൻഭാഗം, ഞങ്ങളുടെ പോർട്ടിക്കോ, ഞങ്ങളുടെ ഈ സ്വീകരണ മുറിയാണിത്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമ്മൾ ഈ സ്റ്റുഡിയോയും കൂടി പരിചയപ്പെടുന്നത്. ഇതൊക്കെ എന്തിനാണ് നമ്മൾ പരിചയപ്പെടുത്തുന്ന പ്രേക്ഷകർക്കാണ്. ഇതൊക്കെ കണ്ടോളൂ, ഇന്നിവിടെ ഉത്സവമായിരിക്കും. അതെ, ആ വോട്ട് ഉത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു എൻറ്റയർ ടീം ആ ഒരു ഉത്സവത്തിന്റെ ഒരു പ്രതീതിയിലാണ്. രാവിലെ 4 മണി മുതൽ തന്നെ നമ്മുടെ ടീം മുഴുവൻ വന്ന് ഈ വാർത്തകൾ, അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കൗണ്ടിംഗ് ഡേ ഉഷാറാക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പ് എല്ലാം റെഡിയാക്കുവാണ്. ബൂത്തുകളിലാണെങ്കിൽ നമ്മുടെ റിപ്പോർട്ടർമാർ ഇന്നലെ ഉറങ്ങിയിട്ടേ ഇല്ല. അതിരാവിലെ തന്നെ കൗണ്ടിംഗ് സ്റ്റേഷന് മുന്നിൽ വന്നിരിപ്പാണ്. അതെ, കൽപ്പറ്റയിലൊക്കെ രഞ്ജിത്ത് കയറി കുത്തി തുറക്കുമെന്ന് ഉണ്ട്. ഒപ്പം നമ്മുടെ സുഹൃത്തുക്കളും ഉണ്ട്. അവരാരും തൽക്കാലം തുറക്കരുത്, ഉദ്യോഗസ്ഥന്മാർ വന്ന് തുറന്നാൽ മതി എന്നൊരിക്കൽ കൂടി നമ്മൾ അവരെ ഓർമ്മിപ്പിക്കുന്നു. എന്തായാലും 7 മണിയോടുകൂടി ഈ ബൂത്തിന്റെ സ്ട്രോങ് റൂമിലേക്കടക്കം ഉദ്യോഗസ്ഥരെത്തും. അതിനുശേഷം ആദ്യം എത്തുന്നത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ കൗണ്ടിംഗ് കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കും. പ്രേക്ഷകരെ 14 ബൂത്തുകളായിരിക്കും ഓരോ റൗണ്ടിലും എണ്ണുക. അതാണ് പാലക്കാട്ടെ കണക്ക്. അങ്ങനെ 14 ബൂത്തുകൾ വീതം ഓരോ റൗണ്ടിലും ഉണ്ടാവും. ആ ബൂത്തുകൾ ഏകദേശം ഒരു 10 റൗണ്ടുകൾ കഴിയുന്നതോടുകൂടി നമുക്ക് കൃത്യമായ ട്രെൻഡ് അറിയാൻ സാധിക്കും. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് ആദ്യത്തെ 7 റൗണ്ടുകളും നിലവിൽ BJPക്ക് അനുകൂലമായിരിക്കും. ആ ഒരു കൺക്ലൂഷനിലേക്ക് നമുക്ക് ആ ഘട്ടത്തിൽ ഇപ്പോൾ നമ്മളുള്ളത് നമ്മുടെ റിപ്പോർട്ടറിന്റെ സ്വീകരണ മുറിയിലാണ്. അതെ, പ്രേക്ഷകരുടെ സ്വീകരണ മുറിയിലേക്ക് നമ്മൾ എത്തുന്ന നമ്മുടെ മെയിൻ എൻട്രൻസ്, അതായത് നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് കടക്കുന്ന നമ്മുടെ പ്രധാന കവാടം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ റിപ്പോർട്ടർമാരിലേക്ക് കൂടി നമുക്കൊന്ന് പോകണം. പ്രിയപ്പെട്ടവരെ, റിപ്പോർട്ടർ TV തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് ഓരോ മണിക്കൂറിലെയും ഓരോ മിനിറ്റിലെയും വോട്ട് വ്യത്യാസങ്ങൾ കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ നമ്മുടെ വാർത്താ സംഘം പാലക്കാടും ചേലക്കരയും വയനാടും തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകത, ഈ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടർമാരുടെ നിസ്സംഗത പ്രതിഫലിച്ചെങ്കിലും മുന്നണികൾക്കും സ്ഥാനാർത്ഥികൾക്കും ഒരു നിസ്സംഗത ഉണ്ടായിരുന്നില്ല. ഉത്സാഹം കൂടുതലായിരുന്നു. മാത്രമല്ല, ഹൈലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു പ്രചരണത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചത്. ഇത്രമേൽ ആവേശത്തോടു കൂടി പുതുപ്പള്ളിയിൽ നമ്മൾ കണ്ടു. പക്ഷെ പുതുപ്പള്ളിയിൽ കണ്ടതിനേക്കാൾ അവിടെ വിജയപ്രതീക്ഷയൊന്നും കാര്യമായി LDF ഇല്ലായിരുന്നു. പക്ഷേ നല്ല മത്സരം കാഴ്ചവെക്കുക ഉണ്ടായിരുന്നു. പക്ഷെ ചേലക്കരയിലും പാലക്കാടും അങ്ങനെയല്ല. പാലക്കാട് കഴിഞ്ഞ തവണ നേരിട്ട് UDF BJP പോരാട്ടമായിരുന്നുവെങ്കിൽ ഇത്തവണ ശക്തമായ ത്രികോണ മത്സരത്തിന്റെ സാന്നിധ്യം സരിന്റെ സ്ഥാനാർത്ഥിത്വത്തോടുകൂടി ഉണ്ടായി. മാത്രമല്ല തോൽപ്പിക്കേണ്ടാവുന്ന ഒരു തീരുമാനവും അങ്ങനെ എടുത്തു. ആ തീരുമാനമാണ് ഏറ്റവും നിർണായകം. നോക്കൂ, ആ തീരുമാനം പക്ഷേ BJPക്ക് ഗുണകരമായോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അവസാന നിമിഷം സന്ദീപിനെ UDFും സരിനെ LDFും എടുത്തതോടുകൂടി പാലക്കാട് സാസ പൊളിറ്റിക്സിൽ എന്തെങ്കിലും ഉണ്ടാകുമോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. അപ്പൊ സാസ പൊളിറ്റിക്സിന്റെ ഇമ്പാക്ട് പാലക്കാട് ഉണ്ടെങ്കിൽ അത് ആർക്ക് അനുകൂലമാകും എന്നതാണ്. BJP ഇതിനിടയിൽ കൂടി സൈലന്റ് ക്യാമ്പയിനാണ് നടത്തിയത്. ഒരു കാര്യം സുജയ ശ്രദ്ധിച്ചു, BJP യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചിരുന്നില്ല. അതിന്റെ ഒരു കാരണമുണ്ട്. അതിന്റെ ഒരു കാരണം ഞാൻ മനസ്സിലാക്കിയത്, BJP ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കും എന്ന് പരക്കെ ഒരു ബോധ്യമുണ്ടായാൽ, കഴിഞ്ഞ നമ്മുടെ സീതന്റെ കാര്യത്തിൽ അങ്ങനെയാണ് സംഭവിച്ചത്. അങ്ങനെ ഒരു ആത്മവിശ്വാസം ഉണ്ടായാൽ അത് മൈനോറിറ്റി വോട്ടുകളുടെ കൺസോളിഡേഷന് കാരണമാവും. അത് ഇൻ ഫേവർ ഓഫ് UDF. അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടി ഡോർ ടു ഡോർ സൈലന്റ് ക്യാമ്പയിനാണ് യഥാർത്ഥത്തിൽ നടത്തിയത്. പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ നമ്മുടെ വാർത്താമുറിയിൽ എത്തിക്കഴിഞ്ഞു. വാർത്താമുറിയിൽ നമ്മുടെ റിപ്പോർട്ടർമാർക്കൊപ്പം തന്നെ നമ്മുടെ ഡെസ്കിലുള്ള എല്ലാ ജേർണലിസ്റ്റുകളും പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കാണാം, ഈ വേദിയിൽ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. അവരുടെ കൈവിരലുകൾ ഇങ്ങനെ കീബോർഡുകളിൽ നമ്പറുകൾ അടിക്കാൻ. പക്ഷെ അവരെ അതായത് നമ്മുടേത് ഏറ്റവും വലിയൊരു ന്യൂസ് ഡെസ്ക് ആണ്. എല്ലാം ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസ് റൂം കോൺസെപ്റ്റ് ആണ് നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. പ്രേക്ഷകർക്ക് കാണാം നമ്മുടെ RLGയിലുള്ളവര്, ഒപ്പം തന്നെ സ്പെഷ്യൽ ടിക്കറിലുള്ളവര്, ഇലക്ഷൻ ഡെസ്കിലുള്ളവര്, ഇൻപുട്ട് PCR, ഈ ദൃശ്യങ്ങളെല്ലാം പ്രേക്ഷകർക്ക്. ഞാൻ ഒരാളെ ഒന്ന് പരിചയപ്പെടുത്തിക്കോട്ടെ. അതായത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ വിളിക്കാറുണ്ട്, പൂജ പൂജ, ഇതാണ് ആ പൂജ. കോട്ടയംകാരി പൂജ. പൂജ എങ്ങനെയുണ്ട്? പൂജയുടെ ഒരു പ്രഡിക്ഷൻ പറയാമോ പാലക്കാട്? പൂജയുടെ ഒരു പ്രഡിക്ഷൻ പറയാമോ പാലക്കാട്? റീബിൽ കൃത്യയുടെ കാര്യങ്ങളൊക്കെ എത്തുമല്ലോ. അത് മതി. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നോക്കൂ, ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ വരെ കൃത്യമായും പ്രേക്ഷകർ കണ്ടും നട്ടു തന്നെ ഇരിക്കണം. അവസാനത്തെ നിമിഷം വരെയും പാലക്കാട് ഉദ്വേഗജനകമായ മത്സരമായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല, അല്ലേ സുജയ? ഒരു സംശയമില്ല, എനിക്കൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ കനത്ത പോരാട്ടമാണ് അവിടെ നടക്കുന്നത്. ഏതെങ്കിലും ഘട്ടത്തിൽ 7 റൗണ്ട് എണ്ണി കഴിയുമ്പോൾ BJPക്ക് 4000-5000 ലീഡുണ്ട് എന്ന് കരുതി എഴുന്നേറ്റ് പോകുന്നത്. അതായത് ഇടവേളയിലാണ് സൂപ്പർ ട്വിസ്റ്റ് സംഭവിക്കാൻ പോകുന്നത്. പ്രേക്ഷകർക്ക് പ്രതീക്ഷിക്കാം. അപ്പോഴാണ് പാലക്കാട്
പാലക്കാട് മുനിസിപ്പാലിറ്റി വിട്ട് വണ്ടി സാവധാനം പിരായിരിയിലേക്ക് ഇറങ്ങുന്നത് പിന്നെ ഇളകി തുടങ്ങും. അതെ, 105-ാമത്തെ ബൂത്ത് ആകുമ്പോഴേക്കും ഇളകി എവിടെ ചെന്ന് നിൽക്കുമെന്നുള്ളതാണ് നമ്മുടെ ഒരു ആകാംക്ഷ. അപ്പോൾ ആ കാഴ്ചകളിലേക്ക് പ്രേക്ഷകരെ നമ്മൾ കൊണ്ടുപോകുന്നു. നമുക്ക് റിപ്പോർട്ടർമാരിലേക്ക് കൂടി പോകണം.